Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Okay. Good morning, everyone. Good morning, ma'am. Good Good ma'am. morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good Good morning, morning, ma'am. ma'am. Okay. Good morning. Okay, start ചെയ്യാം നമുക്ക്. Yes. Okay. Prayer. Okay, ma'am. Let's go and sing prayer. Ma'am, Sharon from Ernakulam. Okay. Good morning, ma'am. Good morning, all. We shall overcome. We shall overcome. We shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We shall overcome. We shall overcome. We shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We walk hand in hand, we walk hand in hand, we walk hand in hand someday. Oh, deep in my heart, I do believe we shall overcome someday. We shall live in peace. We shall live in peace. We shall live in peace someday. Oh, deep in my heart, I do believe we shall overcome someday. We are not afraid. We are not afraid. We are not afraid today. Oh, deep in my heart, I do believe we shall overcome someday. The whole wide world around, the whole wide world around, the whole wide world around someday. Oh, deep in my heart, I do believe we shall overcome someday. We shall overcome someday. Thank you, ma'am. കുറച്ച് നീണ്ടുപോയി, sorry. Yeah, it's okay. Good. Yeah. Okay. Next, third of the day. Ma'am. Okay. Daisy. Yes, ma'am. Good morning, ma'am. Okay. Good morning. Good morning, all. Thought of the day. Arise, awake. Stop not till the goal is reached. Swami Vivekananda. Thank you, ma'am. Okay. ഓക്കെ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെയാണ് എടുത്തത്? Plural ആകുന്നത്. Plural. Plural noun. Wife, brother, sister, and പ്ലൂറലൊക്കെ പറഞ്ഞു അല്ലെ? പ്ലൂറൽ നോട്ട് കിട്ടിയിരുന്നു എല്ലാവർക്കും. പിന്നെ നമ്മള് ജെൻഡേഴ്സ് പറഞ്ഞു അല്ലെ? ജെൻഡേഴ്സ് പറഞ്ഞു. ഫോർമേഷൻ ഓഫ് ജെൻഡേഴ്സ് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് പറഞ്ഞു പോയി അല്ലെ? കറക്റ്റ്? Yes, ma'am. Yes, ma'am. അപ്പൊ ക്ലിയർ ആണോ? ഫോർമേഷൻ ഓഫ് ജെൻഡേഴ്സ് ക്ലിയർ ആയിരുന്നോ? മനസ്സിലായോ? Yes, ma'am. Clear ആയി. ക്ലിയർ ആയി. ഓക്കെ. വേറെ ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലാലോ ഇനി? ഉണ്ടെങ്കിൽ ചോദിക്കാം. ഉണ്ടോ? ഇതുവരെ എടുത്ത പോർഷൻസിന് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. നെക്സ്റ്റ്
ഡിറ്റർമിനേഴ്സ് ആണ്. ഡിറ്റർമിനേഴ്സ്. ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്നത് okay, Serena, with yourself. Okay, determinants എന്ന് പറയുമ്പോൾ കുറച്ച് അതേപോലെ കുറച്ച് വേർഡ്സ് ആണ്. ഇപ്പോ ഇവിടെ കണ്ടോ, here a list of determinants. ഇതൊക്കെ കാണുന്ന എല്ലാം determinants ആണ്. My, your, out, his, her. ഇതെല്ലാം determinants ആണ്. ഓക്കെ, ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഡിറ്റർമിനൻസ് എന്താണ് എന്ന് മാത്രം പഠിക്കുക. ഓക്കെ, മനസ്സിലാക്കി വെക്കാം. അപ്പോ ഇവിടെ ഇങ്ങനെ കുറെ വേർഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ, മൈ, യുവർ, ഔട്ട്, ഹിസ് എന്നൊക്കെ പറഞ്ഞ അത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയണ്ടേ? എന്നാൽ മാത്രം ഡിറ്റർമിനൻസ് എന്താണ് എന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ ഇത് നോട്ടാണ്, ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ, ഡെമോൺസ്ട്രേറ്റീവ്, പൊസസീവ്, ക്വാണ്ടിഫയേഴ്സ്, ഓർഡിനൽസ്, നമ്പേഴ്സ്. ഈ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡിറ്റർമിനേഴ്സില് ഈ പറയുന്ന ആർട്ടിക്കിൾ, ഡെമോൺസ്ട്രേറ്റീവ്, പൊസസീവ്, ക്വാണ്ടിഫയേഴ്സ്, ഓർഡിനൽസ്, നമ്പേഴ്സ് ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇതെല്ലാത്തിനും കൂടെ ഒന്നിച്ചിട്ടാണ് നമ്മൾ ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സെപ്പറേറ്റ് ആർട്ടിക്കിൾ എന്താണെന്ന് മനസ്സിലാക്കാം. ആർട്ടിക്കിൾ എന്നൊക്കെ അറിയാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എ, ആൻ, ദി അല്ലെ, an apple അല്ലെ. ഓക്കെ, അപ്പൊ അതേപോലെയാണ് ഈ ആർട്ടിക്കിൾ നമ്മൾ യൂസ് ചെയ്യുക അല്ലെ. ഇതാണ് ആർട്ടിക്കിൾ. ഈ ആർട്ടിക്കിളും ഡിറ്റർമിനൻസിൽ ഇൻക്ലൂഡ് ആണ്. ഇനി നെക്സ്റ്റ് ഡെമോൺസ്ട്രേറ്റ്. ഡെമോൺസ്ട്രേറ്റീവിനെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മുടെ അടുത്ത ഒരു ഏതാണ് പ്രോണൗണില് ഡെമോൺസ്ട്രേറ്റീവിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പൊസസീവ് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് മനസ്സിലാക്കാം, ആ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന വേർഡ്സ് ഒക്കെയാണ് ഡെമോൺസ്ട്രേറ്റീവിൽ വരാം. അതേപോലെ പൊസസീവിലും ആ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് അതിൽ കൂടുതലുണ്ട്. സോ ആ വേർഡ്സ് ഒക്കെയാണ് ഈ പൊസസീവിലും വരാം. നെക്സ്റ്റ് ക്വാണ്ടിഫയേഴ്സ് ആണ്. നമുക്ക് ക്വാണ്ടിറ്റി അല്ല, ക്വാണ്ടിറ്റി മനസ്സിലാക്കാൻ കുറച്ച് ആക്ടിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ആണ് ക്വാണ്ടിഫയേഴ്സ്. സം, എനി, മെനി, ഫ്യൂ, ലിറ്റിൽ, മച്ച്, ഒരുപാടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ കുറച്ച് വേർഡ്സ് ഒക്കെ വരുന്നതാണ് ക്വാണ്ടിഫയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഓർഡിനൽസ് ആണ്. ഓർഡിനൽസ് നമുക്ക് അറിയാലോ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് എന്നൊക്കെ പറയില്ലേ. അങ്ങനെ പറയുന്ന നമ്പേഴ്സ് നമ്മൾ ഓർഡിനൽസ് എന്നാ പറയുന്നത്. പിന്നെ നമ്പേഴ്സ് 1, 2, 3, 4. ഓക്കെ, സോ മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഡിറ്റർമിനേഴ്സ് എന്താണ് എന്ന് പറഞ്ഞത് മനസ്സിലായോ? ക്ലിയർ ആണോ? മൂടി പറയോ? ക്ലിയർ അല്ല? ഓക്കെ, ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്ന കേൾക്കുമ്പോൾ ഡിറ്റർമിനേഴ്സ്, വാട്ട് ഈസ് ഡിറ്റർമിനേഴ്സ് എന്ന് ചോദിച്ചാല് നമ്മുടെ ആർട്ടിക്കിൾ, ഡെമോൺസ്ട്രേറ്റീവ്, പൊസസീവ്, ക്വാണ്ടിഫയേഴ്സ്, ഓർഡിനൽസ്, നമ്പേഴ്സ് ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തതാണ് ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾക്ക് ഡൗട്ട് വരാം, എന്താണ് ആർട്ടിക്കിൾ, എന്താണ് ഡെമോൺസ്ട്രേറ്റീവ്, എന്താണ് പൊസസീവ് അല്ലെ. ആർട്ടിക്കിൾ ഞാൻ പറഞ്ഞു എ ആൻഡ് ബി, ഇത് മൂന്നിനെയും കൂടെ പറയുന്ന പേരാണ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ആർട്ടിക്കിളിനെ കുറിച്ച് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു ചാപ്റ്റർ ഉണ്ട്. സോ അതിന് ക്ലിയർ ആക്കും. അതുപോലെ തന്നെ ഡെമോൺസ്ട്രേറ്റീവ് അടുത്ത ഒരു പോർഷൻ. ഇപ്പൊ ഈ യൂണിറ്റ് നൗൺ കഴിഞ്ഞാൽ അടുത്ത് വരുന്ന പ്രോണൗൺ ആണ്. പ്രോണൗണില് ഈ ഡെമോൺസ്ട്രേറ്റീവും പൊസസീവിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറയുന്നുണ്ട്. സോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ആ ടൈമിൽ ക്ലിയർ ആയിക്കോളും. ഓക്കെ, ഇനി അറിയേണ്ടത് ക്വാണ്ടിഫയേഴ്സ് ആണ്. നമ്മൾ ക്വാണ്ടിറ്റി പറയില്ലേ, സം, മെനി, മെനി. ഇപ്പോ സം എന്താണ് മാം? എന്റെ പേര് ജ്യോതിയാണ്. എന്റെ ബുക്കില് ഡിഫറെന്റ് ആയിരിക്കണം മാം ഇതിന്റെ ഡിറ്റർമിനേഷൻ, അതായത് ഇതൊക്കെ വേറെ ഇതാണോ? എന്റെ ബുക്കിലും ഡിഫറെന്റ് ആണ്. എനിക്ക് കൺഫ്യൂഷൻ ആയി. ഞാൻ പേജ് നമ്പർ ഒക്കെ തെരഞ്ഞു നോക്കിയിട്ട് ഒന്ന് നോക്കണേ, എനിക്ക് ഒന്നും മനസ്സിലായില്ല. ഇപ്പോഴാണ് ഞാൻ നോക്കണേ രണ്ടും ഡിഫറെന്റ് ആണെന്ന്. എനിക്കും ഡിഫറെന്റ് ആണ്, അതാണ് ഞാനും നോക്കിക്കൊണ്ടിരുന്നത്. ഇതില് തെളിയുന്നതല്ല നമ്മളെ ടെക്സ്റ്റ് ബുക്കില്. ഇപ്പൊ ഇതാണ് ഞങ്ങളുടെ ബുക്കിലുള്ളത്, ഇതിലുള്ളതാണ് എന്റെ ഇതിലുള്ളത്.
ഓക്കെ, ഞാനൊന്ന് പറയട്ടെ. ഇത് ഓക്കെ മാം. ഇപ്പൊ സ്ക്രീനിൽ കാണുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ആണ്. ഓക്കെ, ഇതേപോലെ തന്നെയാണോ എല്ലാവരുടെയും കയ്യിലുള്ളത്? ആണോ? ആ അതെ മാം. അല്ല മാം. ഇല്ല അല്ല അല്ല അല്ല, അല്ല. സെയിം ആണ്. പേജ് നമ്പർ 23. നിങ്ങൾ ടെക്സ്റ്റില് പേജ് നമ്പർ 23. ഞങ്ങൾക്കും 23 ആണ്, പക്ഷെ ഡിഫറെന്റ് ആണ് കേട്ടോ രണ്ടും. 23 ഇതുമായിട്ട് യാതൊരു ഡിഫറെന്റ് ആ മാം, ഡിഫറെന്റ് ആണ്. നമുക്ക് കാണിച്ചത് നല്ല ക്ലിയർ ആയിട്ടുണ്ടാകും. ഞങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇത് കുറച്ച് കൺഫ്യൂഷൻ ആയിട്ട് തോന്നുന്നു. ഡിറ്റർമിനൻസ് ആർട്ടിക്കിൾ ഒക്കെ കാണിച്ചില്ലേ, അത് സെയിം അല്ല. എങ്ങനെയുള്ളത് അതാണ് ടെക്സ്റ്റില് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ഈ സ്ക്രീനിൽ കാണുന്നത്? ഡിഫറെന്റ് ആണോ എല്ലാവർക്കും മനസ്സിലാക്കി? പേജ് നമ്പർ 23 ഫോർമേഷൻ ഓഫ് ജെനിറ്റീവ് ആണ്. 22 ആണ് ഇനി. 22 ഉണ്ട്, പക്ഷെ മാം പറയുന്നത് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, എല്ലാവരോടും പറയുന്നത് ക്ലിയർ ആവുന്നില്ല. ആരെങ്കിലും ഒരാളൊന്ന് കറക്റ്റ് ആയിട്ട് കാര്യം പറയാമോ? മാം പേജ് ഡിറ്റർമിനേഴ്സ് ഉണ്ട്, പക്ഷേങ്കിൽ അത് മാം പറയുന്നതുമായിട്ട് ഡിഫറൻസ് ഉണ്ട്. പിന്നെ പേജ് നമ്പർ 23-ലാണെങ്കിൽ ഫോർമേഷൻ ഓഫ് ജെനിറ്റീവ് ആണ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ 22 ആണ്. 22-ല് ഡിറ്റർമിനൻസ് ഉണ്ട്, പക്ഷെ മാം പറയുന്നതും ടെസ്റ്റിലുള്ളതും തമ്മിൽ സം ഡിഫറൻസ്. അതാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ഡിറ്റർമിനേഷൻ പറഞ്ഞിരിക്കുന്നത്. ലിസ്റ്റ് ഓഫ് ഡിറ്റർമിനേഷൻ കുറെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആർട്ടിക്കിളോട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാൻ ഒരു കാര്യം ഒന്ന് ക്ലിയർ ചെയ്ത് തരട്ടെ. ഇപ്പോ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ആണ്. ടെക്സ്റ്റില് ഇപ്പൊ എന്റെ കയ്യിരിക്കുന്ന ടെക്സ്റ്റില് പേജ് നമ്പർ 22 ആണ്. ഓക്കെ, 22 ആണ്. 22-ലാണ് ഡിറ്റർമിനേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. 21 ഫോർമേഷൻ ആണ്. 22 ആണ് പേജ് നമ്പർ 22 ടെക്സ്റ്റില് ഡിറ്റർമിനേഴ്സ്. ഓക്കെ, ഇനി ഈ നോട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ നോട്ടാണ്. ഓക്കെ, ഞാൻ പ്രിപ്പയർ ചെയ്ത നോട്ടാണ്. ഇത് ഓൾറെഡി ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഈ നോട്ട് കണ്ടിട്ടാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല. ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചിലവരടുത്ത് പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ടെക്സ്റ്റില് ഈ കൊടുത്തിരിക്കുന്നത് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഞാൻ സിമ്പിൾ ആയിട്ട് എന്റെ നോട്ടില് ഞാനത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കുറച്ച് മനസ്സിലാവും, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പൊ ഈ നോട്ട് കണ്ടിട്ടാണെങ്കിൽ നിങ്ങള് ടെൻഷൻ എടുക്കുന്ന ഇതിന്റെ നോട്ടാണ്. നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റിലെ നോട്ട് ഇതാണ്. ഓക്കെ, എല്ലാവരോടും പറയുമ്പോൾ ക്ലിയർ ആകില്ല, അതുകൊണ്ടാണ് ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ക്ലിയർ ആയോ? എനിക്ക് ബുക്കേ മാറി പറഞ്ഞിട്ട് പേടിച്ചു മാം, അതുകൊണ്ടാണ്, വേറൊന്നുമല്ല. ഓക്കെ, എനിക്ക് തോന്നി. അത് നമുക്ക് എല്ലാവരോടും പറയുമ്പോഴേ ക്ലിയർ ആവില്ല. അത് മാത്രമല്ല, ഞാൻ പറയാൻ വേണ്ടി ഗ്യാപ്പ് നിന്ന് തരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിൽ ഓൺബോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോ ഡിറ്റർമിനേഴ്സ് എന്താണെന്ന് മനസ്സിലായോ? പിന്നെ ഇതിനെ കുറിച്ച് ഒരുപാട് ടെൻഷൻ അടിക്കണ്ട. എക്സാമിന് ഇതൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കില്ല. ഡിറ്റർമിനേഴ്സ് ഇമ്പോർട്ടന്റ് അല്ല, നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. ഇംഗ്ലീഷിലല്ല പഠിക്കുന്നേ. അപ്പൊ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമ്മൾ എല്ലാം അറിഞ്ഞിരിക്കണ്ടേ? ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ്. ഡിറ്റർമിനേഴ്സ് എവിടെയെങ്കിലും വെച്ച് കേട്ടാല് ടെൻഷൻ അടിക്കണ്ട. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്നത് എല്ലാം അതിൽ ഉൾപ്പെടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സോ ഇറ്റ്സ് ക്ലിയർ? ക്ലിയർ ആണ്. ഇനിയിപ്പോ ഇതില് ആർട്ടിക്കിൾ, ഡെമോൺസ്ട്രേറ്റീവ്, പോസസീവ്, ഇത് മൂന്നും ഒരു ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, വേറെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ചെയ്യണേ.
ഓക്കെ, ഇനി സൗണ്ട് വരുന്നുണ്ടെങ്കിൽ പറയണം. ഓക്കെ, കാരണം അപ്പുറം ക്ലാസ് ഉണ്ട്, അതുകൊണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ? സൗണ്ട് വരുന്നുണ്ടെങ്കിൽ പറയണം. ഓക്കെ, ക്ലിയർ ആണോ, കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് മാം ആണോ വേറെ ആണോ? അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട് മാം. ഇപ്പോഴുണ്ട്. സൗണ്ട് കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട് മാം. ആണോന്ന് വേറെ ഒരാൾ ചോദിക്കും. ക്ലിയർ ആണ് മാം. മാം പറഞ്ഞോളൂ. ഡിസ്റ്റർബൻസ് ആണോ? നല്ല ശബ്ദമുണ്ട്. നല്ല നല്ല സൗണ്ട് സൗണ്ട് ഉണ്ട് മാം. ഓക്കെ, ഒന്നുകൂടെ വെയിറ്റ്. മാം ഇവിടെ. മാം വന്നിട്ടില്ല. ഇപ്പൊ വരും.
ഓക്കെ, കുറച്ച് വെയിറ്റ് ചെയ്യാം. ഡിസ്റ്റർബൻസ് കുറച്ച് ഉണ്ടാവും, അതിന് ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ മാം. അപ്പൊ ഡിറ്റർമിനൻസ് ക്ലിയർ അല്ലേ? യെസ് മാം. ക്ലിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ജെനിറ്റീവ് ആണ്. ജെനിറ്റീവ് ടെക്സ്റ്റില് ജെനിറ്റീവ് ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ നമ്മുടെ ക്ലാസ്സില് പ്ലൂറൽസ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അപ്പോസ്ട്രോഫി എസ് വരുന്നത് എന്താണ്? ഓണർഷിപ്പ് ആണ് അല്ലെ? കേൾക്കണില്ല? കേൾക്കുന്നില്ലേ? അപ്പോസ്ട്രോഫി എസ് വരുന്ന അത്രയും കേട്ടു മാം. ബാക്കി എന്ന് പറഞ്ഞു അപ്പോസ്ട്രോഫി എസ് വരുന്നത് ബാക്കി. ഓക്കെ, അപ്പൊ അപ്പോസ്ട്രോഫി എസ് വരുന്നതിനാണ് നമ്മൾ ജെനിറ്റീവ് എന്ന് പറയുന്നത്. അതായത് ഓണർഷിപ്പ് അല്ലേ? ഒരു ഓണർഷിപ്പിനാ പറയാ. അതായത് ഫാദേഴ്സ് കാർ അല്ലെ? നമ്മുടെ പ്ലൂറൽസ് പഠിച്ചപ്പോ മെൻസ് കുറച്ച് ഡൗട്ട് ചോദിച്ചു. മെൻസ് മീൻസ് അത് അപ്പോസ്ട്രോഫി എസ് ആണ്. ഓക്കെ, അപ്പൊ അപ്പോസ്ട്രോഫി എസ് വരുന്നതിനാണ് നമ്മൾ ജെനിറ്റീവ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഒരുപാട് എക്സ്പ്ലനേഷൻ ആവശ്യമില്ലല്ലോ. ഒന്നും കൂടെ പറയൂ. ഇതോ അതൊന്നും കൂടി പറയോ? അപ്പോസ്ട്രോഫി എസ് വരുന്നത് അതിനെന്തോ പറയാൻ. Okay. Genitive for relationship between words, some nouns തമ്മിൽ റിലേഷൻഷിപ്പ് ആണ്. അതായത് ഓണർഷിപ്പ് എന്ന് പറയും. എന്തെങ്കിലും ഇപ്പോ ഹർ ഫാദേഴ്സ് കാർ, ദ മാൻസ് റിയാക്ഷൻ, അത് അവരുടെ റിയാക്ഷൻ. മാൻസ് റിയാക്ഷൻ, മാനിന്റെ റിയാക്ഷൻ. ഹർ ഫാദേഴ്സ് കാർ, അവരുടെ അച്ഛന്റെ കാറാണ്. ഓക്കെ, ഓണർഷിപ്പ് ആണ്. അവരുടെ എതിരെയാണ് അപ്പോസ്ട്രോഫി എസ് ഇടുക. അവരുടെയാണ് എന്ത് പിന്നെ ബാക്കി വരുന്ന ആ നൗണിനെ കണക്ട് ചെയ്തിരിക്കുക. ആ റിലേഷൻഷിപ്പ് ആണ്. മൈ ഫ്രണ്ട്സ് ഇമെയിൽ, ഫ്രണ്ടിന്റെ ഇമെയിൽ ആണ്. മനസ്സിലായോ? അതിന്റെ അവരുടെ എന്നൊരു മീനിങ് ആണ് ആ അപ്പോസ്ട്രോഫി എസിന് വരും. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോ ജെനിറ്റീവ് കൂടുതലും നമുക്ക് ഓഫ് ജെനിറ്റീവ് ഉണ്ട്, എസ് ജെനിറ്റീവ് ഉണ്ട്. എസ് ജെനിറ്റീവ് ആണ് ഞാനിപ്പോ പറഞ്ഞത് അപ്പോസ്ട്രോഫി എസ് വരുന്നത്. അല്ലാതെ നമുക്ക് ഓഫ് വെച്ചിട്ട് ചില സമയങ്ങളിൽ പറയാൻ പറ്റും. ഓക്കെ, അതെങ്ങനെയാണെന്ന് അറിയോ? അപ്പൊ ദ ബേബീസ് ഐസ്, ദ ബേബീസ് ഐസ് നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മൾ എപ്പോഴും അങ്ങനെയാ പറയാറ്, ദ ബേബീസ് ഐസ്. അതിനെയാണ് എസ് ജെനിറ്റീവ് എന്ന് പറയുന്നത്. അപ്പോസ്ട്രോഫി എസ് വരുന്നതിന് എസ് ജെനിറ്റീവ് എന്ന് പറയുന്നു. ഇനി ദ ബേബീസ് ഐസ് നമുക്ക് ഓഫ് വെച്ചിട്ട് പറയാം. അതെങ്ങനെയാണ്? ദ ഐസ് ഓഫ് ദി ബേബി. ഓക്കെ, മീനിങ് സെയിം ആണ്. ബേബിയുടെ കണ്ണുകൾ എന്നാ പറയാം. അത് തന്നെയാണ് ദ ഐസ് ഓഫ് ദി ബേബി എന്ന് പറഞ്ഞാല് ബേബിയുടെ കണ്ണുകൾ എന്ന് തന്നെയാണ്. രണ്ടും മീനിങ് സെയിം ആണ്. പക്ഷെ ജെനിറ്റീവ് നമുക്ക് ജെനിറ്റീവ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ചുകൂടി ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജെനിറ്റീവ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് എസ് ജെനിറ്റീവ് ആൻഡ് ഓഫ് ജെനിറ്റീവ്. ഓക്കെ, അപ്പോ ദ ബേബീസ് ഐസ് എന്ന് പറയുമ്പോൾ ബേബിയുടെ കണ്ണുകൾ. അപ്പോസ്ട്രോഫി എസ് ഇടുമ്പോൾ ഓണർഷിപ്പ് ആണ്. ക്ലിയർ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഓഫ് വെച്ചിട്ടും പറയും. അതായത് ഓഫ് ജെനിറ്റീവ് വെച്ചിട്ടും പറയും. എന്താ? ദ ഐസ് ഓഫ് ദി ബേബി എന്നും പറയും. രണ്ട് മീനിങ് സെയിം ആണ്. ഓക്കെ, ക്ലിയർ ആണോ? യെസ് മാം. മാം, അപ്പം ഈ അപ്പോസ്ട്രോഫി എസ് മാത്രമല്ല നോക്കേണ്ടത് അല്ലെ? ഇതിന്റെ മീനിങ് ആണല്ലേ നോക്കേണ്ടത്? മീനിങ് മനസ്സിലായില്ല? അതായത് ദ ഐസ് ഓഫ് ദ ബേബി, നമ്മൾ ഒരു വേർഡില് ഈ ഒരു എസ് മാത്രം നോക്കിയിട്ട് അത് ജെനിറ്റീവ് ആണെന്നുള്ളത് പറയാൻ പറ്റില്ല, അങ്ങനല്ലേ? അപ്പോസ്ട്രോഫി എസ് മാത്രം ജെനിറ്റീവ് ആണ്. ഓക്കെ, അതിപ്പോ നിങ്ങൾ ഏത് സെന്റൻസിലും അങ്ങനെ കണ്ടാല് ആ സെന്റൻസിന്റെ മീനിങ് പ്ലൂറൽസ് അല്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ, പെട്ടെന്ന് എല്ലാവർക്കും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ചിൽഡ്രൻസ് എന്ന് പറഞ്ഞിരുന്നു അല്ലെ? ചിൽഡ്രൻസ് ഡേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് ചിൽഡ്രൻസ് ഡേ. അപ്പൊ കേൾക്കുമ്പോ പ്ലൂറൽസ് ആണെന്ന് ആദ്യം തോന്നിയിരുന്നു. പക്ഷെ ഇപ്പൊ അത് മനസ്സിലായില്ലേ? ചിൽഡ്രൻസ് ഡേ എങ്ങനെയാണ് വന്നത്? അത് അപ്പോസ്ട്രോഫി എസ് ആണ് അവിടെ. അത് എസ് ജെനിറ്റീവ് ആണ്. അപ്പോ ആ സെന്റൻസിന്റെ മീനിങ് എന്താ വരാ? ചിൽഡ്രൻസ് ഡേ മീനിങ് എന്താ വരാ? കുട്ടികളുടെ ദിവസം. അപ്പൊ അതും ഒരു എസ് ജെനിറ്റീവ് ആണ്. ചിൽഡ്രൻസ് ഡേനെ തന്നെ ഓഫ് ജെനിറ്റീവ് വെച്ചിട്ട് എങ്ങനെയാ പറയാൻ പറ്റുക എന്ന് പറഞ്ഞു നോക്കി. The day of children.
Yeah, the day of children. അത്രയേ ഉള്ളൂ. മനസ്സിലായോ? Past genitive എന്താണ്, ഓഫ് ജനിറ്റീവ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി. സെയിം മീനിങ് തന്നെയാണ്, അവിടെ ഓഫും അപ്പോസ്ട്രോഫി എസും വരുന്നു എന്നുള്ളൂ. ഓക്കെ Okay, ma'am. ക്ലിയർ ആയോ? All clear, ma'am. ക്ലിയർ മാം. ഓക്കെ, ഇതെല്ലാം മനസ്സിലാക്കി വെക്കുക. കാരണം ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ചിൽഡ്രൻസ് ഡേ അത് എന്നും ഒരു സംശയം തന്നെയായിരിക്കും എല്ലാവരും, അല്ലെ? എപ്പോഴും നമ്മളത് പ്ലൂറൽ ആണ് എന്നാണ് എപ്പോഴും നമ്മൾ വിശ്വസിച്ചിരുന്നത്, അല്ലെ? നമ്മുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവർക്കും കുറച്ച് പേർക്കെങ്കിലും അത് ക്ലിയർ ആയത്. ഇത് പ്ലൂറൽ അല്ല, അത് ജനറ്റീവ് ആണ്. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ നൗൺ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഉള്ളത്. ഓക്കെ, നൗൺ പോർഷൻ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോ എങ്ങനെയാ, ക്ലിയർ ആയോ എല്ലാവർക്കും? നൗൺ ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്? നൗൺ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നൗൺസ് പഠിച്ചു. ഇതൊക്കെയായിരുന്നു പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, ആബ്സ്ട്രാക്ട് നൗൺ, കളക്റ്റീവ് നൗൺ, കൗണ്ടബിൾ നൗൺ, അൺകൗണ്ടബിൾ നൗൺ, ദെൻ പ്ലൂറൽ നൗൺ. ഇതൊക്കെയാണ് നമ്മൾ നൗണിൽ പഠിച്ചത്, അല്ലെ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നൗൺസ് ആണ് അതൊക്കെ. പ്ലൂറൽ നൗൺ പിന്നെ നമ്മൾ പഠിച്ചതാണ് ജെൻഡേഴ്സ് പഠിച്ചു, ദെൻ ഡിറ്റർമിനേഴ്സ് പഠിച്ചു, ഇപ്പോ ജനറ്റീവ് പഠിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങള് ബേസിക് ആണ്. ഇതെല്ലാം ക്ലിയർ അല്ലേ? പേരൊന്നും എങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ലേ? ആൻസർ പറയാൻ പറ്റില്ലേ? പറ്റും. ഓക്കെ, അപ്പോ നൗ എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് തരുമോ? ക്വസ്റ്റ്യൻസ് ഒക്കെ തരും. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. ഇനി മോക്ക് ടെസ്റ്റ് പറയുമോ? എന്തോ ഡിറ്റർമിനേഴ്സ് ഒന്നും കൂടെ പറയുമോ? ഡിറ്റർമിനേഴ്സിൽ ഡൗട്ട് ഞാൻ പറഞ്ഞു, ഡൗട്ട് ഉണ്ടാകും. കാരണം അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ക്ലിയർ അല്ലല്ലോ. അത് പഠിത്തം പോർഷൻ വരുന്നോണ്ടാണ് ഞാൻ ക്ലിയർ ചെയ്യാത്തത്. ഡിറ്റർമിനേഴ്സ് എന്ന് പറയുമ്പോൾ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന എത്രയാണ്? ഡിറ്റർമിനേഴ്സ് is a word used in front of a noun to tell us something about it. ഒരു നൗണിന് ഫ്രണ്ടിൽ വരുന്ന കാര്യമാണ് ഈ ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്നത്. അത് നൗണിന് കുറച്ചുകൂടി മോർ അബൌട്ട് അതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, കുറച്ച് ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? മൈ, യുവർ, ഇതൊക്കെ ലിസ്റ്റ് ആണ്. ഡിറ്റർമിനേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ്, കീവേഡ്സ് ആണ് ഇതെല്ലാം. Some and any can be used with both count and uncountable nouns. Some are used in affirmative sentences. Any is not often used to affirmative sentences. ഇതൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരെയുള്ളൂ. എക്സാമ്പിൾ നോക്കൂ. I want some poems. I want some poems. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന some എന്താണ്? Determiners ആണ്. There isn't any water in the cup. ഈ കപ്പില് തുള്ളി വെള്ളം പോലും ഇല്ല, ഒട്ടും വെള്ളമില്ല. എനി വാട്ടർ, മനസ്സിലായോ? ഒട്ടും വെള്ളമില്ല എന്നാണ്. അതിൽ എനി യൂസ് ചെയ്തപ്പോ നമുക്ക് മനസ്സിലായി ഒട്ടും വെള്ളമില്ല, അല്ലെ? അപ്പോ ആ വാട്ടറിനെ തന്നെ കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് നമുക്ക് അവിടെ ഏതെങ്കിലും ഡിറ്റർമിനേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഇതാണ് ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്നത്. ഡിറ്റർമിനേഴ്സ് വരുന്നത് ഇപ്പൊ ഏതെല്ലാം ഞാൻ പറഞ്ഞു, ഈ 6 ആർട്ടിക്കിൾ, ഡെമോൺസ്ട്രേറ്റീവ്, പൊസസീവ്, ക്വാണ്ടിഫയേഴ്സ്, ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ ഡിറ്റർമിനേഴ്സിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ ആർട്ടിക്കിൾ, ഡെമോൺസ്ട്രേറ്റീവ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത ഒന്നാണ്. ഓക്കെ, ഇനിയിപ്പോ ഇതിലുള്ള ഡൗട്ട് ആർട്ടിക്കിൾ എന്താണ്, ഡെമോൺസ്ട്രേറ്റീവ് എന്താണ്, പൊസസീവ് എന്താണ് എന്നാണ്. ക്വാണ്ടിഫയേഴ്സ് ആൻഡ് ഓർഡിനൽസ്, നമ്പേഴ്സ് ഇതെല്ലാം നിങ്ങൾക്ക് ഓൾറെഡി ക്ലിയർ ആണ്. ആ 3 എണ്ണമാണ് നിങ്ങൾക്ക് ഡൗട്ട് വരാം. അത് ഞാൻ പറഞ്ഞു, അത് ഞാൻ ഇനി വരുന്ന ചാപ്റ്റേഴ്സിലെല്ലാം ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് പഠിക്കാനുണ്ട്. ആ ടൈമിൽ ഞാൻ ക്ലിയർ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, പിന്നെ ഡിറ്റർമിനേഴ്സിനെ കുറിച്ച് എക്സാമിൽ വരൂ, ക്വസ്റ്റ്യൻസ് ഉണ്ടാവോ എന്നുള്ള കാര്യത്തിൽ ടെൻഷൻ ഒന്നും വേണ്ട. അതിനൊന്നും ക്വസ്റ്റ്യൻ വരില്ല. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യത്തില് ടെൻഷൻ വേണ്ട. ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ക്ലിയർ ആണ്. ക്ലിയർ ആണ്. പക്ഷെ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ? നമ്മളിത് ലൈഫില് പിള്ളേരുടെ അടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് ഈ സാധനം നമുക്ക് ആവശ്യം വരില്ലേ? മക്കള് ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്ത് സമാധാനം പറയും? സമാധാനം പറയാം. ഇത് അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററിൽ ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്.
അപ്പൊ നിങ്ങൾക്ക് എന്തായാലും എന്റെ ഒരു കുഞ്ഞു സംശയമാണ്. കാരണം വേറെ ഒന്നും വിചാരിക്കരുത്. ഞാനത് പിള്ളേരുടെ അടുത്ത് നമ്മളിത് പ്രയോഗിക്കുന്നതാണ് മനസ്സിൽ കണ്ടാണ് നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുന്നത്. അപ്പൊ അത് മക്കള് ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്ത് സമാധാനം പറയും എന്നുള്ളതാണ് നമ്മുടെ ഒരു ഓക്കെ. ആർട്ടിക്കിൾ എന്താണെന്ന് ചോദിച്ചാൽ എന്തോ ആർട്ടിക്കിൾ എന്താണെന്ന് ചോദിച്ചാൽ ഇത് തൽക്കാലം ഇങ്ങനെ പറയാം, എ ആൻഡ് ബി വരുന്നതാണ് ആർട്ടിക്കിൾ എന്ന് പറയും. അപ്പൊ കുഞ്ഞുമക്കൾക്കാണെങ്കിൽ ആ കൺഫ്യൂഷൻ അവിടെ വെച്ച് തീരും. കാരണം അവർക്കറിയാം എ ആൻഡ് ആനൊക്കെ എന്തിനാ യൂസ് ചെയ്യാറുണ്ട്. ജസ്റ്റ് ഒരു ആർട്ടിക്കിൾ ആണ്, അതിനെ കുറിച്ച് എക്സ്പ്ലനേഷൻ വളരെ കുറവാണ്. നമ്മള് ഒരു നൗണിന്റെ ഫ്രണ്ടിൽ യൂസ് ചെയ്യുന്നതാണ് അല്ലെ. വവൽസ് വരുമ്പോൾ ആൻ യൂസ് ചെയ്യണം, അല്ലാതെ നോർമൽ വരുമ്പോൾ എ യൂസ് ചെയ്യണം അല്ലെ. പിന്നെ ദ യൂസ് ചെയ്യേണ്ട കുറച്ച് സ്ഥലങ്ങളുണ്ട്, അവിടെ ദ യൂസ് ചെയ്യണം. അപ്പൊ ഇതിനെയാണ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. പിന്നെ ആർട്ടിക്കിൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, പക്ഷെ അത് ഇതിനെ കുറിച്ച് ബേസ്ഡ് ആയിരിക്കില്ല അത് പറയാം. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ, എ ആൻഡ് ബി ഇത് മൂന്നും വരുന്നതാണ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മൂന്നിനെയും കൂടിയാണ് നമുക്ക് ഒരു പേര് വിളിക്കണ്ടേ എല്ലാത്തിനും അല്ലെ. അപ്പൊ അതിനൊരു പേരാണ് ആർട്ടിക്കിൾ. ഓക്കെ, ക്ലിയർ ആയോ? ഇനി പൊസസീവും ഇനി എന്തായിരുന്നു ഡെമോൺസ്ട്രേറ്റീവ്. ഇത് പ്രോണോൺ പഠിക്കുമ്പോൾ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. യൂണിറ്റ് 5 ആർട്ടിക്കിൾസ് ആൻഡ് കോൺവേർഡ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, ഇതിൽ ആർട്ടിക്കിൾസിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്, എക്സ്പ്ലനേഷൻ നന്നായിട്ടുണ്ട്. ഓക്കെ, ഫ്രണ്ടിലേക്ക് വരുന്ന അത്രയും മനസ്സിലാക്കിയാ പോരെ? അത്രയും മനസ്സിലാക്കി. എന്നാലും അതിനെ കുറിച്ച് കുറച്ചും കൂടെ പറയുമ്പോൾ അതിനെ കുറിച്ച് ഇലാബറേറ്റ് ആയിട്ട് ആരെങ്കിലും ചോദിച്ചാൽ അത് ആർട്ടിക്കിളും ഡെമോൺസ്ട്രേറ്റീവും പൊസസീവും ക്വാണ്ടിറ്റേറ്റീവും ഓർഡിനൻസ് നമ്പേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ട് എ ആൻഡ് ഡി അങ്ങനെ പറഞ്ഞു കൊടുത്താൽ പോരെ? എന്താണ് മനസ്സിലായിട്ട് പറഞ്ഞത്? ഡെമോൺസ്ട്രേറ്റീവ് കാണിച്ചില്ല. ഡെമോൺസ്ട്രേറ്റീവ് കണ്ടോ, ഇത് പ്രോണൗൺ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ്. നൗൺ കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോണൗൺ ആണ്. ഈ പ്രോണൗൺ എന്ന് പറയുന്ന ഈ 5th നമ്പർ, 5th അല്ല 6th ഡെമോൺസ്ട്രേറ്റീവ് ഉണ്ട്. പിന്നെ പൊസസീവ് ഇവിടെ പൊസസീവ് പ്രോണൗൺ കണ്ടോ. സോ ഇതൊക്കെ നമ്മൾ ആ ടൈമിൽ പഠിപ്പിക്കും. അപ്പൊ ഡിറ്റർമിനേഷൻ ക്ലിയർ ആവും. ഓക്കെ, ക്ലിയർ ആയോ? സംശയം? മാം ഒരു കാര്യം ചോദിച്ചിട്ട്, ഇപ്പൊ പറഞ്ഞില്ലേ നമ്മൾ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഈ പോർഷനിൽ അങ്ങനെ ക്വസ്റ്റ്യൻ വരില്ല എന്നാണ് എക്സാമിന്. നമ്മൾ ഈ ചാപ്റ്ററിൽ ഏത് ഭാഗത്തു നിന്നായിരിക്കും അപ്പൊ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കേണ്ടത്? മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഏതിലായിരിക്കണം? നൗൺസ് അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, ബാക്കിയൊക്കെ മനസ്സിലാക്കി വെക്കുക മാത്രം. പിന്നെ നമുക്ക് ചിലപ്പോ ഫ്ലൂറൽസ് ഒന്നും വരുന്നില്ല. പ്ലൂറൽ ഉണ്ട്. അത് നൗണാണ്. പിന്നെ മാം ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ മാം. കഴിഞ്ഞ ക്ലാസ്സിലെ ഷെറീന മാം പറഞ്ഞു നമുക്ക് ഇംഗ്ലീഷിന്റെ എക്സാം ഉണ്ടാവില്ല എന്ന്. എക്സാം ഉണ്ട്. എക്സാം ഉണ്ട് കേട്ടോ. ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ മാമിനോട് ചോദിക്കാൻ നിന്നപ്പോഴാണ് ക്ലാസ് എടുക്കാൻ പറഞ്ഞത്. അവര് ഷെറീന മാം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് ചെയ്തിരുന്നു, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഞാന് നെറ്റ് പോയി ആ സമയത്ത്. എക്സാം ഉണ്ട്, ഇംഗ്ലീഷിന് എക്സാം ഉണ്ട്. മാം പറഞ്ഞു ഇംഗ്ലീഷിന് എക്സാം ഇല്ല, നിങ്ങൾ പേടിക്കണ്ട. അത് കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിച്ചത്. ചിലപ്പോ ഇവിടെ മോഡ്യൂൾ 1 ഒരു എക്സാം, മോഡ്യൂൾ 2 ഒരു എക്സാം, അങ്ങനെ എന്തോ ആണ് എക്സാം ചെയ്യുന്നത്. ചിലപ്പോ അതുകൊണ്ടായിരിക്കും മാം പറഞ്ഞത് ഫസ്റ്റ് എക്സാമിൽ എന്നായിരിക്കാം ഉദ്ദേശിച്ചത് ചിലപ്പോ. അപ്പോ മെയിൻ ആയിട്ട് നിങ്ങൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നൗൺസ് നന്നായിട്ട് പഠിക്കും. പിന്നെ ജെൻഡേഴ്സിനൊക്കെ വളരെ ചെറിയ ക്വസ്റ്റ്യൻസ് അതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടായിരിക്കും ചിലപ്പോ വരാട്ടോ. ചാൻസ് ഇല്ല, പക്ഷെ കൂടുതൽ ചാൻസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നൗൺസ് വരാന്നാണ്. അതാണ് ഇമ്പോർട്ടന്റ്, ഏറ്റവും ഇമ്പോർട്ടന്റ് അതാണ്. ഓക്കെ, ഡിറ്റർമിനൻസ് ഒന്നും അധികം ചോദിക്കാൻ ചാൻസ് ഇല്ല. പിന്നെ ജെൻറ്റീവിന്നും ചിലപ്പോ എന്തെങ്കിലും ഒരെണ്ണം ഒക്കെ വരാം, അത്രയേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്
ഞാൻ പറഞ്ഞു തന്നെയാണ്. എസ് ജെനിറ്റീവും ഓഫ് ജെനിറ്റീവും ഉണ്ട്. അതിവിടെ കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ജെനിറ്റീവിന്റെ, എസ് ജെനിറ്റീവിന്റെ, അതായത് ഇവിടെ ഒരു സെന്റൻസ് കണ്ടോ, ഷി ഹാസ് ഗോൺ ടു സെന്റ് ഫോൾസ്. ജസ്റ്റ് അപ്പോസ്ട്രോഫി എസ് ഇട്ടിട്ട് അവിടെ നിർത്തി സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കാറ്ററൽ ആണ് എന്ന് വിചാരിക്കാം. ഇപ്പൊ ഐ സോ ദ മൂവീസ് അറ്റ് മൈ അങ്കിൾസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്കിൾസ് ഹൗസ് എന്ന് പറഞ്ഞ് ഫിൽ ചെയ്യാട്ടോ. ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് ടെക്സ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി കൊടുക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ അങ്കിൾസ് ഹൗസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം അങ്കിളുടെ വീട്ടിലാണ്. അത് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എഴുതിയാലും മതി. അങ്കിൾസ് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യണമെന്ന് ആവശ്യമില്ല. ഇനി അഥവാ സ്റ്റോപ്പ് ചെയ്ത ഒരു സെന്റൻസ് കണ്ടാലും നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്കിൾസ് ഹൗസ് എന്ന് ചിന്തിക്കാം, അങ്ങനെ ഇമാജിൻ ചെയ്യാം. അങ്ങനെ അതായിരിക്കും എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെ മാത്രം ജസ്റ്റ് ഒന്ന് ഇവിടെ പറഞ്ഞിട്ടേ ഉള്ളൂ. മനസ്സിലാക്കാം, മനസ്സിലാക്കി വെക്കാം, ഇത്രയേ ഉള്ളൂ. ഓക്കെ ഓക്കെ മാം. ഇനി കുറച്ച് എക്സസൈസ് ഉണ്ട്. നോൺ പോർഷനിൽ കുറച്ച് എക്സസൈസ് ഉണ്ട്. എക്സസൈസ് ചെയ്യാനൊന്ന് ശ്രമിച്ചു നോക്കാം. അത് മാത്രമല്ല എക്സസൈസ് 1, 2 വലിയ കുഴപ്പമില്ല. 3 കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. മിസ്റ്റേക്സ് മീൻസ് ചില ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആണ്, അതിൽ നമുക്ക് കറക്ഷൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ നിങ്ങൾ വായിച്ചു നോക്കണം. വായിച്ചു നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഈ ടൈപ്പ് ആയിരിക്കില്ല എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാം, അത് മനസ്സിലാക്കാം. MCQ മോഡലാണ് നിങ്ങൾക്ക് എക്സാം ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ഈ ടൈപ്പേ അല്ല. ഓക്കെ, ഓക്കെ. അപ്പൊ എക്സസൈസ് ഒന്ന് നമുക്ക് എന്ത് മോഡൽ ക്വസ്റ്റ്യൻസ് എന്നാ പറഞ്ഞേ? എന്ത് മോഡൽ ക്വസ്റ്റ്യൻസ് എന്നാ പറഞ്ഞേ? MCQ, അതായത് 4 ഓപ്ഷൻ തന്നിട്ട് ഒരു ആൻസർ എഴുതാൻ വേണ്ടി. ഓക്കെ ഓക്കെ. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാം. അപ്പോ നിങ്ങൾക്ക് എന്താണ് മോക്ക് ടെസ്റ്റ് എന്നാ വേണ്ടേ? അടുത്ത ക്ലാസ്സിൽ മതിയോ? നാളെ വേണോ? സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടോ? പരിഹരിക്കാം, സോൾവ് ചെയ്യാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സോൾവ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചെയ്യായിരുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ മതിയോ? കുറച്ചുകൂടി നമുക്ക് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതിനു ശേഷം നമുക്ക് മോക്ക് ടെസ്റ്റ് മതി. ഒന്നുകൂടി നോക്കിയിട്ട് അപ്പോ നമുക്ക് മേ ബി നെക്സ്റ്റ് ഫ്രൈഡേ ആയിരിക്കും നിങ്ങൾക്കൊപ്പം മോക്ക് ടെസ്റ്റ് വരാം. ഓക്കെ മാം. ഓക്കെ മാം. ഓക്കെ മാം. ഫ്രൈഡേ ഒരു 5 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഇടലെന്തിനാന്ന് വെച്ചാല് നിങ്ങൾക്ക് എക്സാം വരുമ്പോൾ ഒരു പേടി ഉണ്ടാവരുത്. കാരണം എല്ലാം നമ്മുടെ ടെസ്റ്റ് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നമ്മൾ മോക്ക് ടെസ്റ്റ് ഉണ്ട്. അപ്പൊ ഓരോ മോക്ക് ടെസ്റ്റ് കഴിയുമ്പോഴും നിങ്ങൾക്ക് ആ ഒരു ടെൻഷൻ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് എക്സാം വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഫേസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ മോക്ക് ടെസ്റ്റ് വെക്കുക. അതുമല്ല ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ് എക്സാം വരാം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ് മോക്ക് ടെസ്റ്റ് വെക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻസ് കുറഞ്ഞു പോയി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കാൻ കിട്ടുന്നത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാം, എങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും, എങ്ങനെ ഫേസ് ചെയ്യും, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് മോക്ക് ടെസ്റ്റ് വെക്കുന്നത്. ഒരു 5 ക്വസ്റ്റ്യൻസ് മോർ ദാൻ 5 ഇത്രയേ ഉള്ളൂ. ഓക്കെ, 3 ക്വസ്റ്റ്യൻസേ വരുന്നുള്ളൂ മോക്ക് ടെസ്റ്റിൽ. തേഴ്സ്ഡേ ആണോ ഫ്രൈഡേ ആണോ ഉണ്ടാവുക? ഫ്രൈഡേ ആണ്. ഈ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്ന ടൈമിലായിരിക്കും മോക്ക് ടെസ്റ്റ് വരാം. മാം ഒരു കാര്യം ചോദിച്ചിട്ട് മാം, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ അപർണ മിസ് ആയിരുന്നു. അപർണ മിസ് മോക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇട്ട് തന്നിട്ട് എല്ലാവരുടെയും കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പേഴ്സണലി ഉള്ള കാര്യമാണ്. അപ്പോൾ അത് മോക്ക് ടെസ്റ്റ് ഞാൻ അറ്റൻഡ് ചെയ്തു. പക്ഷേ അത് അറ്റൻഡ് ചെയ്തിട്ട് സബ്മിഷൻ ലിസ്റ്റിൽ കണ്ടില്ല. പക്ഷെ ക്ലിയർ ചെയ്ത് പേപ്പർ അത് കിട്ടി, മാർക്കൊക്കെ കിട്ടി. പക്ഷേ സബ്മിഷൻ ലിസ്റ്റിൽ നോക്കിയിട്ട് അത് കാണുന്നില്ല. അതെന്താണ് മാം അങ്ങനെ? നമ്മളത് കറക്റ്റ് ചെയ്തിട്ട് ലിസ്റ്റ് ചെയ്തായിരുന്നു, ഇമെയിൽ ചെയ്തായിരുന്നു. പക്ഷെ ബാക്കിയുള്ള കുറച്ച് പേരുടെ പേരൊക്കെ സബ്മിഷൻ ലിസ്റ്റിൽ കാണുന്നുണ്ട്. പക്ഷെ എൻ്റെ പേരങ്ങനെ കണ്ടില്ല. എല്ലാവർക്കും അങ്ങനെയാണോന്ന് എനിക്ക് അറിയില്ല. ഞാനും കണ്ടിട്ടില്ല. ഇട്ടിട്ടുണ്ടായിരുന്നോ? മാം അറിയുന്നത് അതെന്താ സംഭവം അറിയില്ല.
ഹലോ, ഞാൻ ഞാനിപ്പോഴാ അറിയുന്നത്. അത് ഏതിലാ അറിയുന്നത്? അങ്ങനെ സബ്മിഷൻ ലിസ്റ്റ് ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. കാരണം ഇതുവരെ ഇങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഹലോ മാം, അത് ഒരു മിനിറ്റ് ഞാനൊന്ന് പറയട്ടെ. സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ട് അത് സബ്മിറ്റഡ് എന്ന് പറഞ്ഞ് നമ്മൾ മെസ്സേജ് അത് കുറച്ച് പേര് സബ്മിറ്റഡ് എന്ന് പറഞ്ഞ് മെസ്സേജ് അതിന്റെ താഴെ ടൈപ്പ് ചെയ്യുന്നതല്ലേ? അല്ല, സബ്മിറ്റ് എന്ന് കാണുമ്പോ അതിൽ ക്ലിക്ക് ചെയ്യുന്നു, അപ്പൊ നമ്മുടെ റിസൾട്ട് വരുന്നു. പിന്നെ എന്തു തന്നെ അത് ലിസ്റ്റ് ഒന്നും ഇല്ല. ലിസ്റ്റ് ഒന്നും ഇല്ല. അങ്ങനെ ലിസ്റ്റ് ഇല്ല. അത് ഞങ്ങൾ കമന്റ് ചെയ്തതാണ്. സബ്മിറ്റ് ചെയ്തു എന്നുള്ളതിന് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഈ ക്ലിയർ ചെയ്ത് കിട്ടുന്നതല്ലാതെ മെയില് വരുന്നുണ്ട്. നമ്മൾ ഞാൻ ഒന്നും പറയാത്തോണ്ടല്ലേ നിങ്ങൾ ഈ ഡിസ്കഷൻ മുഴുവൻ നടത്തുന്നത്? ക്ലാസ്സിൽ ഫേസ് ചെയ്തിട്ടുള്ള കാര്യമേ ഇല്ല പറയുന്നത്. ഓക്കെ, ഞാനൊന്നും പറയാത്തോണ്ടല്ലേ? ഇങ്ങനെയുള്ള ഡൗട്ട് അല്ല നിങ്ങളുടെ ഗ്രൂപ്പിൽ ചോദിക്കൂ. ഓക്കെ, നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ അതിൽ ചോദിക്കൂ. വെറുതെ ഈ സമയം വേസ്റ്റ് ചെയ്യണം എന്തിനാ? അപ്പൊ ലിസ്റ്റിന്റെ കാര്യം നിങ്ങൾ എന്തൊക്കെയോ എന്തോ ഗ്രൂപ്പ് ഉണ്ട്, അപ്പൊ അത് ഡിസ്കസ് ചെയ്യൂ. ഓക്കെ, അല്ലെങ്കിൽ അമിസ് വരുമ്പോ അമിസിനോട് ചോദിക്കൂ. എന്റെ വിഷയമല്ല. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പിന്നെ അങ്ങനത്തെ ഒരു ലിസ്റ്റിനെ കുറിച്ച് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ഇതുവരെയും അങ്ങനെ കോൺഗ്രസ് ചെയ്തിട്ട് ഒരു സ്റ്റുഡൻസും അങ്ങനെ എന്നോട് പറഞ്ഞു ഞാൻ ആരും എന്നോട് പറഞ്ഞിട്ടില്ല. ഓക്കെ, എനിക്ക് അറിയില്ല ലിസ്റ്റിനെ കുറിച്ചിട്ട്. അപ്പൊ ഇവിടെ കുറച്ച് പേര് മെയിൽ വരും എന്നൊക്കെ പറയുന്നുണ്ട്, അറിയില്ല. പിന്നെ ആരോട് ചോദിക്കാൻ? ഞാനൊരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ടെക്നിക്കലില് അതിനെക്കുറിച്ച് ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ ഒന്ന് പറയാം. ഓക്കെ, സബ്മിഷൻ ലിസ്റ്റ് വരുന്നുണ്ടോ, അങ്ങനെ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ക്ലിയർ ചെയ്ത് പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ അതിനനുസരിച്ച് ഞാൻ ചോദിച്ചിട്ട് പറയാം. അല്ലാതെ ഇതിൽ എല്ലാവരും കൂടെ പറയുന്നതിനല്ല, പറയുമ്പോ നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് വരും. പിന്നെ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടൊക്കെയാണ് ഞാനിപ്പോ മ്യൂട്ട് കൊടുക്കുന്നത്, വേറെ ഒന്നുമല്ല. ഓക്കെ, അപ്പൊ ഞാൻ ഡൗട്ട് ശരിയാണ്. നെക്സ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ട. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് അടുത്ത ക്ലാസ് ആരുടെയാണെന്ന് പറയുമോ? നാളെ ആരുടെ ക്ലാസ് ആണോ? ഫ്രൈഡേ ഏത് മിസ് ആണെന്ന് പറയോ? അതെ, ഓക്കെ, ആദ്യ മിസ്സിനോട് ഞാൻ പറയാം. ഇങ്ങനെ ഡൗട്ട് ഉണ്ട്, അവർക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ ഞാൻ മിസ്സിനോട് പറഞ്ഞേക്കാം. അപ്പൊ നാളെ മിസ് വന്ന് നിങ്ങൾക്കത് ക്ലിയർ ചെയ്ത് തരും. ഓക്കെ അയ്യോ? എന്നിട്ട് ഡൗട്ട് മാറിയില്ലെങ്കിൽ നമുക്ക് മൺഡേ വേറൊരു മിസ് വരും. മിസ്സിനോട് ഞാൻ പറയാം. ഓക്കെ, ഓക്കെ, അപ്പൊ സോൾവ്ഡ് ആയല്ലോ? ഓക്കെ, ഡൗട്ട് തീരില്ല. ഓക്കെ, ഇതിപ്പോ ചാപ്റ്റർ കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സമയം തരുന്നതാണ്. ഓക്കെ, അപ്പൊ നൗൺ എന്ന് പറയുന്ന പോർഷൻ ഇവിടെ കംപ്ലീറ്റ് ആണ്. ഇനിയിപ്പോ നൗണിന് കുറച്ച് എക്സസൈസ് ഉണ്ട്. അതൊന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇനിയിപ്പോ ടൈം എന്തായാലും ഉണ്ടാവില്ല. ഇനിയിപ്പോ നൗണിനെ കുറിച്ച് ഇനി നൗൺ ആണ് ഡിസ്കഷൻ മാറി നൗൺ ആണ്. നൗണിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തില്ല. അപ്പൊ ഇതുവരെയും പഠിച്ചതില് നൗണിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ എക്സസൈസ് ക്ലാസ് റൂമിൽ ഇടോ? ഇത് ഓൾറെഡി നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതാണ്. ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന എക്സസൈസ് ആണ്. മോഡൽ ക്വസ്റ്റ്യൻസ് തരോ? മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ തരും. ഒരു കാര്യം ചെയ്യാം, എക്സസൈസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഏതാണ് സുമലത 9 പ്രോണൗൺ ഇല്ലേ? പ്രോണൗൺ സുമലത നമ്മൾ പ്രോണൗൺ എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്തിട്ടില്ല. അപ്പൊ നൗൺ ആണ് പറയുന്നത്. പ്രോണൗണിലേക്ക് പോയിട്ടില്ല കേട്ടോ. ഓക്കെ,
Okay. ഞാനൊരു കാര്യം നിങ്ങൾ പറയട്ടെ നിങ്ങളോട്. നിങ്ങളുടെ ഡൗട്ട് തീരില്ല എന്ന് പറഞ്ഞ സത്യമാണ്, തീരില്ല. ഓക്കെ, ഒരു കാര്യം ഞാൻ പറയാം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ നൗണിനെ കുറിച്ചിട്ട് എല്ലാവരെയും കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. ഓരോരുത്തരായിട്ട് നൗണിനെ കുറിച്ച് പറയാം. നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് ആ ചാപ്റ്ററിൽ, നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് എല്ലാം റിവൈസ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് റിവൈസ് ചെയ്യാം. അതിന്റെ കൂടെ നൗണിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം, നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ അങ്ങനെയാണ്. അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് വരാം. നന്നായിട്ട് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഒന്ന് ചോദിക്കാം. ഓരോരുത്തരായിട്ട് പറയാൻ റെഡി ആയിട്ട് വരാം. ഇംഗ്ലീഷ് കംഫർട്ടബിൾ ആണെങ്കിൽ ക്യാൻ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ഓർ മലയാളം, ദാറ്റ്സ് യുവർ വിഷ്. ഓക്കെ, ഏതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ ലാംഗ്വേജിൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ പ്രിപ്പയർ ചെയ്തിട്ട് വരാം. ഇനി എക്സസൈസിനെ കുറിച്ച് പറയാം. എക്സസൈസിനെ കുറിച്ച് പറയുന്നത്, ഫസ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് ഇവിടെ ഈ തന്നിരിക്കുന്ന ലിസ്റ്റ് ഉണ്ട്, ഓരോ സെന്റൻസ്. ആ സെന്റൻസിൽ നിന്ന് ഓരോ വേർഡ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്. ആ വേർഡ്സ് പ്രോപ്പർ ആണോ, കോമൺ നൗൺ ആണോ, അല്ലെങ്കിൽ നോൺ റിയലിസ്റ്റിക് എന്ന് പറയുന്നത് ആബ്സ്ട്രാക്ട് ആണ്. ആബ്സ്ട്രാക്ട് നൗൺ ആണോ, കളക്റ്റീവ് നൗൺ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ്. ദ പോലീസ് സ്കാറ്റേർഡ് ദി ക്രൗഡ്. ഇവിടെ നമുക്ക് വരുന്നത് പോലീസ് ആൻഡ് ക്രൗഡ് ആണ്. ഈ പോലീസ് എന്ന് പറയുന്ന ഏത് നൗൺ ആണെന്ന് നോക്കാം, ക്രൗഡ് എന്ന് പറഞ്ഞ ഏത് നൗൺ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യും. അതേപോലെ വിസ്ഡം ഈസ് ബെറ്റർ ദാൻ സ്ട്രെങ്ത്. ഇവിടെ നമുക്ക് ഡൗട്ട് ഉള്ളത് ഏതാണ്? വിസ്ഡം ആൻഡ് സ്ട്രെങ്ത്. ഇത് രണ്ടും ഏത് നൗൺ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. വിസ്ഡം ആൻഡ് സ്ട്രെങ്ത് ആബ്സ്ട്രാക്ട് നൗൺ ആണ്. ഓക്കെ, then the blue whale is the largest animal on earth. ഇവിടെ blue whale ഉണ്ട്, animal ഉണ്ട്, earth ഉണ്ട്. ഈ മൂന്ന് വേർഡും ഏത് നൗൺ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. Then he bought a pen and some ink. Pen and ink ആണ് ഇവിടെ വേർഡ്. ഇനി a bacteria is responsible for this disease. Bacteria and disease ആണ് ഇവിടുത്തെ വേർഡ്. അത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ ഇത് ഇങ്ങനെയാണ് ഫസ്റ്റ് എക്സസൈസ് ഉള്ളത്. എനിക്ക് തോന്നി നോൺ റിയലിസ്റ്റിക് എന്ന് കണ്ടപ്പോ കൺഫ്യൂഷൻ വന്നതാണ്. നോൺ റിയലിസ്റ്റിക് എന്ന് പറയുന്നത് ആബ്സ്ട്രാക്ട് ആണ്. ഓക്കെ, അപ്പൊ അതാണ് എക്സസൈസ് 1. ജസ്റ്റ് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുന്നവർക്ക് നോക്കിയിട്ടൊക്കെ വരാം. ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ ചോദിക്കാം, ക്ലിയർ ചെയ്തു. ഇനി എക്സസൈസ് 2 എന്ന് പറയുന്നത് റീറൈറ്റ് ഫോളോവിംഗ് സെന്റൻസസ് പ്ലൂറലൈസ് വിത്ത് സിംഗുലർ നൗൺ. റീറൈറ്റ് ചെയ്യാൻ, ഒന്നുകൂടെ കറക്റ്റ് ആയിട്ട് റൈറ്റ് ചെയ്യാനാണ് പറയുന്നത്. അതായത് സിംഗുലർ നൗണിനെ പ്ലൂറലൈസ് ചെയ്തിട്ട് എഴുതാം. ഹിസ് ബ്രദർ ഇൻ ലോ ഈസ് വെരി പുവർ. ഈ സെന്റൻസിൽ ഏതാണോ സിംഗുലർ നൗൺ ആയിട്ടുള്ളത് അതിന് പ്ലൂറലൈസ് ചെയ്തിട്ട് റീറൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെ ഇവിടെ ആൻസർ വരാം? ഹിസ് ബ്രദർ ഇൻ ലോ ഈസ് വെരി പുവർ. അപ്പൊ ബ്രദർ ഇൻ ലോയിനെ പ്ലൂറലൈസ് ചെയ്യണം. എങ്ങനെയാ വരാം? ഹിസ് ബ്രദേഴ്സ് ഇൻ ലോ എന്നാണ് പറയാം കേട്ടോ. ബ്രദേഴ്സ് ഇൻ ലോ ഈസ് ആയിരിക്കില്ല അവിടെ വരാം, ആറായിരിക്കും. കാരണം പ്ലൂറലൈസ് ചെയ്യുമ്പോൾ ഈസ് വരില്ല, ആറാ വരാം. ഓക്കെ, അപ്പൊ ഹിസ് ബ്രദേഴ്സ് ഇൻ ലോ ആർ വെരി പുവർ, അങ്ങനെയാ വരാം. അപ്പൊ നെക്സ്റ്റ്, ഈസ് യുവർ മാൻ സെർവന്റ് എ ബിലീവബിൾ ഫെല്ലോ. ഇവിടെ മാൻ സെർവന്റ് ആണ് സിംഗുലർ വേർഡ്, അതിന് പ്ലൂറൽ വേർഡ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത് ഡു യു തിങ്ക് ദാറ്റ് വുമൺ. വുമണെ നമുക്ക് പ്ലൂറൽ ചെയ്യണം. വെരി ഗുഡ്. ഹൗസ് വൈഫിനെയും നമ്മൾ പ്ലൂറലാക്കണം. അപ്പൊ ആ എക്സസൈസ് 2 സിംഗുലർ നൗണിനെ പ്ലൂറൽ നൗൺ ആക്കിയിട്ട് റീറൈറ്റ് ചെയ്യാനാ പറയുന്നത്. എക്സസൈസ് 1 and 2 എങ്ങനെയാണ് ചെയ്യേണ്ടത്? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് എക്സസൈസ് 3. എക്സസൈസ് 3 improve the following sentences, rectifying the incorrect use of nouns. ഇവിടെ തെറ്റായി noun യൂസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ്, where can we put all the furnitures? സെന്റൻസിനെ ബേസ് ചെയ്തിരിക്കും noun തെറ്റാണോ കറക്റ്റ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യും. ഇവിടെ where can we put all the furnitures? ഓൾറെഡി അവിടെ ഓൾ വന്നിട്ടുണ്ട്. ഓൾ വന്നത് കൊണ്ട് പിന്നെ അവിടെ ഫർണിച്ചേഴ്സ് എന്ന് പറയേണ്ട ആവശ്യമില്ല, അതിനെ പ്ലൂറലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് റോങ് അല്ലേ? അപ്പൊ നമ്മളവിടെ ഫർണിച്ചർ എന്ന് മാത്രം ആഡ് ചെയ്യും. Where can we put all the furniture എന്ന് മാത്രം കൊടുക്കുക.
അതാണ് അവിടെ തെറ്റായി വന്നിരിക്കുന്ന noun. അതിന് കറക്റ്റിന്റെ എഴുതാനാ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് we need some more advices. ഇവിടെ മിസ്റ്റേക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ഓൾറെഡി നമ്മൾ അവിടെ some more പറഞ്ഞു, പിന്നെയും അതിന് advices എന്ന് പറയുന്ന ആവശ്യം, അഡ്വൈസ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ ഇതേപോലെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഈ കാണുന്ന എല്ലാ സെന്റൻസിലും ഉണ്ടാകും. അത് കറക്റ്റ് ചെയ്യാം. ചില സെന്റൻസിൽ മിസ്റ്റേക്ക് ഒന്നുമില്ലാത്തത് ഉണ്ടാകും. അപ്പൊ അതിന് പ്രത്യേകിച്ച് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അങ്ങനെയാണ് എക്സസൈസ് 3 ചെയ്യേണ്ടത്. നെക്സ്റ്റ് എക്സസൈസ് 4. എക്സസൈസ് 4 സെയിം ആണ്. സിംഗുലർ പ്ലൂറൽ നൗൺസിനെ സിംഗുലർ ആയിട്ട് ചെയ്യും. എലിഫന്റ്സ് ആർ ആനിമൽസ്, ഇവിടെ എല്ലാവരും പ്ലൂറൽസ് ആയിരിക്കും, സിംഗുലർ ആയിട്ട് ചെയ്യണം. അപ്പോ എലിഫന്റ്സ് ആർ ആനിമൽസ് എന്ന് പറയുന്ന വേർഡ് എങ്ങനെയാ? എലിഫന്റ് ഈസ് എ ആനിമൽ. സോറി, എലിഫന്റ് ഈസ് ആൻ ആനിമൽ എന്നാ പറയാം. എലിഫന്റ് ഈസ് ആൻ ആനിമൽ. അപ്പൊ പ്ലൂറലൈസ് ആയ നൗൺ സിംഗുലർ ആയിട്ട് എഴുതി റീറൈറ്റ് ചെയ്യും. ഓക്കെ, ആനാണ്. ഓക്കെ, കറക്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. എലിഫന്റ് ഈസ് ആൻ ആനിമൽ. അപ്പൊ നെക്സ്റ്റ് ഡോഗ്സ് ആർ ഗുഡ് ഫ്രണ്ട്സ്. എങ്ങനെ എന്താ പറയാ? ഡോഗ് ഈസ് എ ഗുഡ് ഫ്രണ്ട്. പ്ലൂറൽ നൗൺസിനെല്ലാം സിംഗുലർ ആയിട്ട് എഴുതിയിട്ട് റീറൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് എക്സസൈസ് 5. എസ് ജനറ്റീവും ഓഫ് ജനറ്റീവും വെച്ചിട്ട് എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഏതാണ് നിങ്ങൾക്ക് ഓഫ് ജനറ്റീവ് വെച്ചിട്ട് എഴുതാൻ പറ്റുക അത് ഓഫ് ജനറ്റീവ് വെച്ചിട്ട് എഴുതാം. എസ് ജനറ്റീവ് ഏതാണ് പറഞ്ഞിട്ട് എഴുതാം, എസ് ജനറ്റീവ് വെച്ചിട്ട് എഴുതാം. ഫസ്റ്റ് രാമു ബൈസൈക്കിൾ. ഓക്കെ, എസ് ജനറ്റീവ് വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് എഴുതാം. എങ്ങനെയാ? രാമൂസ് ബൈസൈക്കിൾ. നെഹ്റു സ്റ്റാച്യു, നെഹ്റൂസ് സ്റ്റാച്യു. അല്ലെങ്കിൽ സ്റ്റാച്യു ഓഫ് നെഹ്റു എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്കില്ല. അപ്പൊ നിങ്ങൾ ഓഫ് ജനറ്റീവും എസ് ജനറ്റീവ് വെച്ചിട്ട് എഴുതിയാൽ മതി. ഇനി എക്സസൈസ് 6 fill in the blanks ആണ്. some or any വെച്ചിട്ട് ഈ blanks എല്ലാം fill ചെയ്യാനാണ്. There are dash chemistry books written in Malayalam in the library, but there aren't dash economics books. ഇവിടെ fill ചെയ്യാം. എങ്ങനെയാണ്? There are some chemistry books. some ആണ് വരാം. There are some chemistry books in Malayalam in the there are some chemistry books written in Malayalam in the library, but there aren't any economics books. അപ്പോ ഇങ്ങനെ some or any വെച്ചിട്ട് ബ്ലാങ്ക്സ് എല്ലാം ഫിൽ ചെയ്യാം. അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഈ എക്സസൈസ് ചെയ്യേണ്ടത്. ഇപ്പൊ ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഈ എക്സസൈസ് ഒക്കെ നോക്കിയിട്ട് വരാം. നൗൺ എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ് നന്നായിട്ട് നോക്കിയിട്ട് വരാം. നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഓരോരുത്തരായിട്ട് സംസാരിക്കാം. ഓക്കെ, കുറച്ച് നോട്ട്സ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് വരാം. അതും നമുക്ക് ഡിസ്കസ് ചെയ്യാം, എല്ലാവരും കൂടെ ആൻസർ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ മാം. ഇനി സംസാരിച്ചു ഇനി എന്തെങ്കിലും പറയുന്നുണ്ടോ? മാം, എന്തോ നേരത്തെ വന്ന ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്യാം. അതായത് അത് സംഭവം ആ സബ്മിറ്റ് ചെയ്ത ആൾക്കാര് അതിന്റെ ഇടയിൽ നമുക്ക് ക്ലാസ് കമന്റ് ചെയ്യാലോ. അതില് ഞാൻ സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ട് അവരവരുടെ പേര് ജസ്റ്റ് കമന്റ് ചെയ്തിട്ടതാണ്, അല്ലാതെ അതൊരു ലിസ്റ്റ് അല്ല. അത് അത്രേ ഉള്ളൂ. ഞങ്ങള് വേറൊന്നും അതിലില്ല, കാരണം ഞങ്ങൾ ആരും കമന്റ് ഇട്ടിട്ടില്ല. നമ്മൾ സബ്മിറ്റ് ചെയ്ത് നമ്മുടെ മാർക്ക് അവിടെ സ്കോറിൽ അവിടെ കാണേണ്ട, അത് അത്രേ ഉള്ളൂ. ജസ്റ്റ് ക്ലാസ് റൂം മോക്ക് ടെസ്റ്റിന്റെ ചെറിയൊരു സ്ക്രീൻഷോട്ട് ഒക്കെ എല്ലാവരും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ജസ്റ്റ് അതിന്റെ ഇടയിൽ കമന്റ് ഇട്ടതാണ് അവര്. ഡൗട്ട് ക്ലിയർ ആയല്ലോ? ഇനിയിപ്പോ ഞാൻ മിസ്സിനോട് പറയണ്ടല്ലോ അതിനെ കുറിച്ചൊന്നും. ക്ലിയർ ആയി? ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി. അപ്പൊ മിസ്സിനോട് പറയണ്ട. ഓക്കെ, ഇനി ഇപ്പൊ ഞാൻ എടുക്കുന്ന ഇംഗ്ലീഷ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? യെസ് മാം, മനസ്സിലാവുന്നുണ്ട്. ക്ലാസ് ഒക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നുണ്ടോ? ആൻഡി, എന്റെ ക്ലാസ് ഇംഗ്ലീഷ് ക്ലാസ് നന്നായിട്ട് പോകുന്നുണ്ട്? യെസ് മാം, യെസ് മാം, ഓൾ ഗുഡ്. എല്ലാരും നന്നായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ സ്പീഡ് കൂടുതലുണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും ക്ലാസ്സിനെ കുറിച്ച് എന്തുണ്ടെങ്കിൽ പറയാം, എന്നോട് പറയാം, നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഓക്കെ മാം.
ഓക്കെ അപ്പൊ അതിന്റെ ചെയ്യാം ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ അവിടെ ഉണ്ടോ ഇല്ല ഉണ്ടോ പറയും സൈൻ ഔട്ട് എന്തെങ്കിലും ഇല്ലല്ലോ ഓ അതിന്റെ പേര് താങ്ക് യു ഓൾ Thank you, ma'am. Thank you, ma'am. Thank you.